അടിപൊളി നല്ല സിനിമ, ഫാമിലിക്ക് കാണാൻ പറ്റിയ സിനിമ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് തന്നെ കാണാൻ വേണ്ടിട്ട്. തൃശ്ശൂരിന് 15 ഉണ്ടാകുന്ന തിരൂര് മെഡിക്കൽ കോളേജ് വരുന്ന തന്നെ ഇത് കാണാൻ വേണ്ടി വന്നു. 10:00 എത്തിയെന്നാലും വളരെ സൂപ്പറായിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും. സിനിമ അടിപൊളിയായിട്ട് പോട്ടെ. ഒരുപാട് ചിരിച്ചോ? ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, കരയാനുണ്ട്, എല്ലാം ഉണ്ട്. ഒരു കുടുംബകഥ എല്ലാം ഉണ്ട്. അടിപൊളി. നിങ്ങൾ കാണണം. ശരിക്കും പറഞ്ഞാൽ നന്നായി ചിരിക്കാം, നമുക്ക് ആസ്വദിച്ചിരിക്കാം. സമയം പോണെന്നൊന്നും അറിയില്ല. പടം തീർന്ന ക്ലൈമാക്സ് നമുക്ക് കണ്ടു മതിയാവണില്ല. അത്ര ഭംഗിയായിട്ട് ചെയ്തു, നന്നായിട്ട് അവതരിപ്പിച്ചു. പോലെ തന്നെ മറിമായത്തിനെ കവച്ചു വെച്ച്. പിന്നല്ലേ മറിമായത്തിന്റെ പല എപ്പിസോഡുകളിലെ പല സാധനങ്ങളൊക്കെ വന്നിങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് മറിമായൊന്നും ഒന്നുമല്ല, ആ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പൊളിച്ച്. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സൊസൈറ്റിനോട് നേർചിത്രമായിട്ട് തോന്നുന്നുണ്ട് സിനിമ. എങ്ങനെ ഇന്നത്തെ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളോട് നേർചിത്രമായിട്ട് തോന്നുന്നുണ്ട്. ഇല്ലല്ലേ, ഇത് നടക്കുന്ന സംഭവമാണല്ലോ, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഒരു പഞ്ചായത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. പഞ്ചായത്തിൽ ഞങ്ങളൊക്കെ ചെറിയ രാഷ്ട്രീയമൊക്കെ ഉള്ളവരാ. ഈ ഉടായ്പ പണി ഞങ്ങളും ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ചെയ്തേക്കുന്നത്. ക്ലൈമാക്സ് കലക്കി ഉഗ്രനായി. ഈ മറിമായൻ സീരിയലിൽ തന്നെ ഒരുപാട് മെസ്സേജുകളൊക്കെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സർക്കാർ തലത്തിലും അല്ലാത്ത തലത്തിലും നടക്കുന്ന ആ തിരിമറികൾ തുറന്നു കാണിക്കുന്നതാണ് മറിമായൻ. ആ മറിമായൻ തന്നെയാണ് ഇതും തുറന്നു കാണിക്കുകയാണ്. പക്ഷെ ഒരു നല്ല ഒരു നേതാവ്, ഒരു നല്ല ഒരു പൊതുപ്രവർത്തകന് വരുന്ന ചില ദുരന്തങ്ങളും ചില ഒരു ഊരാക്കൊടുക്കുകളും അതിനൊക്കെ രക്ഷപ്പെട്ട് വരുന്ന ഒരു നല്ല ചിത്രം. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട്. കുടുംബസമേതമായിട്ട് കാണാവുന്ന ഒരു ഫിലിമാണ്. വളരെയധികം അവരെടുത്തിരിക്കുന്ന എഫേർട്ടിന് ജനങ്ങൾ അംഗീകരിക്കും. പിന്നെ മറിമായത്തിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് അതിൽ നിന്നും അപ്പുറമായിട്ടുള്ള മണികണ്ഠനും സലീമൊക്കെ ഒരു പുതുമുഖ ഡയറക്ടേഴ്സ് എന്ന രീതിയിലല്ല, അതിനേക്കാൾ ഉപരിയായിട്ടുണ്ട്. ഒരു കുടുംബസമേതം ഇരുന്ന് കാണാവുന്ന വിധത്തിൽ, ആസ്വദിക്കാവുന്ന വിധത്തിൽ, ടെൻഷൻ ഫ്രീ ആയിട്ട് കാണാവുന്ന വിധത്തിലുള്ള ഫിലിമാണ്. യാതൊരു ലാഗിങ്ങും ഇല്ലാത്ത വിധത്തിൽ പുതിയ നർമ്മങ്ങളും വളരെയധികം നല്ല ചിത്രീകരണത്തോടു കൂടിയാണ്. ഫോട്ടോഗ്രാഫിയും എല്ലാം വളരെ നമ്മൾ പ്രതീക്ഷിച്ച കുടുംബസമേതം ഇരുന്ന് കാണാവുന്ന. മറിമായത്തിൽ നിന്നും ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറത്തേക്ക് തന്നെ ഫിലിം റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ മറിമായം പ്രേക്ഷകരുടെ ഒരു ആഗ്രഹമായിരുന്നു മറിമായം താരങ്ങൾ സിനിമയിലേക്ക് വരുന്നത്. അത് സിനിമയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റം എങ്ങനെയായിരുന്നു? മറിമായം ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നാച്ചുറാലിറ്റിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളിലുള്ള ഓരോ കഥാപാത്രങ്ങളായിട്ടാണ് അവർ മാറുന്നത്. ആ കഥാപാത്രങ്ങളെ തീർച്ചയായിട്ടും മറിമായത്തിലെ എല്ലാ അംഗങ്ങളും അവർക്ക് കിട്ടിയിരിക്കുന്ന വേഷങ്ങൾ അത്യുഗ്രമായിട്ട് ആത്മാർത്ഥതയോടുകൂടി ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുള്ളൂ. ഈ മറിമായം കാണുന്ന പ്രേക്ഷകരൊക്കെ തന്നെ ചിരിക്കാൻ മാത്രമല്ല, അതിൽ ചിന്തിച്ച് ചിരിക്കാനുള്ള തീർച്ചയായിട്ടും ഇതിന്റെ അകത്തേക്ക് ആ ഒരു ചിന്തയാണ് ഇതിന്റെ അകത്തേക്ക്. ഇന്നത്തെ ഒരു ചെറുപ്പക്കാര് അവര് ഒരു ഭാവിയിലേക്ക് ചിന്തിക്കാതെയുള്ള എടുത്തുചാട്ടം, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള ആത്മാർത്ഥത കൂടി പോകുന്ന ഒരു യുവ പ്രവർത്തകനുണ്ടാകുന്ന ആ കുടുംബ തകർച്ചയും അതിൽ നിന്നും ഏത് വിധത്തിലും മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ആശയം കൂടിയാണ് നമുക്ക് നൽകുന്നത്. രാഷ്ട്രീയ സിനിമകൾ ഈ മലയാളത്തിൽ ഒരുപാടുണ്ട്. സന്ദേശം പോലത്തെ സിനിമകൾ കാലാകാലങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. അത്തരത്തിലുള്ളൊരു സിനിമയായി മാറുമോ? അല്ല, ഒരിക്കലുമല്ല. രാഷ്ട്രീയ പ്രതിഭാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ചെറുപ്പക്കാരൻ അവൻ ആത്മാർത്ഥമായിട്ട് പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ നാടിന് വേണ്ടി ചെയ്യാൻ നിൽക്കുന്നതും ഇന്ന് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ പോകുന്ന പല പദ്ധതികൾക്കും അവരുടെ ഓപ്പോസിഷൻ നിന്ന് വിഭിന്നമായിട്ട് ചെയ്യുന്ന തകർച്ചയും അവരുടെ വിജയത്തിന് വേണ്ടിയുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അടിപൊളി സിനിമ, ഉഗ്രനായിട്ടുണ്ട്. നല്ല സെന്റിമെന്റ്സ് ഉണ്ട്, ഇഷ്ടംപോലെ കോമഡി ഉണ്ട്. നാടിന്റെ കഥ പറയുന്ന ഞങ്ങളുടെ നാടിന്റെ തന്നെ കഥയാണ്. ഞാൻ സിനിമക്ക് കുഞ്ഞുനാളോടൊക്കെ ഒരുമിച്ച് കളിച്ചോളെന്നാണ് പഠിച്ചതാണ്. ഒരുമിച്ച് പഠിച്ചതാണ്. ഞാൻ ഒരുമിച്ചാണ് രാഷ്ട്രീയം, ഒരുമിച്ചായിരുന്നു മിമിക്രി. എനിക്കറിയാൻ പറ്റാത്ത ഒരേ എലമെന്റും ഈ സിനിമയിലും ഇല്ല. ഞങ്ങളുടെ നാട്ടിലെ കഥ തന്നെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. മറിമായം ടീം പൊളിച്ചു. നല്ല പടം, നല്ല പടം, നല്ല അസലായിട്ട്. സൂപ്പർ നല്ല പടം. നല്ല അഭിപ്രായം. ഫാമിലി ആയിട്ട് എല്ലാവരും വന്ന് കണ്ട് വിജയിപ്പിക്കണമെന്നാണ്. ഒരു നാടിന്റെ കഥ പറയണം, തമാശ, സങ്കടവും, പാട്ടും എല്ലാം കൊണ്ടും കണ്ട് ജനങ്ങൾ വിജയിപ്പിക്കണം. അതാണ്, അല്ലാതെ ഒരു നഷ്ടമായി പോകും. തീർച്ചയായിട്ടും ജനങ്ങൾ വിജയിപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ജനങ്ങൾ കാണേണ്ട സിനിമ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ജനങ്ങൾ കണ്ട് വിലയിരുത്തേണ്ട ഒരു സിനിമ. തീർച്ചയായിട്ടും വിജയിപ്പിക്കണം. മറിമായം പോലെ തന്നെ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്നുണ്ട്. രണ്ടു സ്ഥലത്ത് നല്ല മെസ്സേജ് കൊടുക്കുന്നുണ്ട്.
കാലിക പ്രസക്തി ഒരുപാടുള്ള സിനിമ. തീർച്ചയായിട്ടും 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 ഞങ്ങൾ കാണാൻ പോണില്ല. പടം അടിപൊളിയല്ലേ, പറയാനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സൂപ്പറാണ്. നല്ല തകർപ്പൻ കോമഡി എല്ലാം വർക്കൗട്ട് ചെയ്ത്. പിന്നെ നമ്മുടെ സലീമിക്ക എന്ന് പറഞ്ഞ ഒരു പുത്തൻ താരോദയമാണ് എന്നോട് ജനിച്ചേക്കുന്നത് മറിമായൻ ടി വിയിൽ. ഓക്കെ, എല്ലാവരും സിനിമ തിയേറ്ററിൽ സിനിമ എങ്ങനെയായിരുന്നു? സൂപ്പർ ഇഷ്ടപ്പെട്ടോ? എന്താ ഒരു സിനിമയിൽ കണ്ടിട്ട് എന്താ തോന്നിയത്? മറിമായം അതുപോലെ തന്നെ ഉണ്ട്, പക്ഷെ അതിൽ അഭിനയിച്ച ഒരാൾ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ എല്ലാരും അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്, അത് കണ്ടിരിക്കാൻ തോന്നും. കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്, സൂപ്പർ.